ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ആൻഡീസ് കിച്ചൻ. നമുക്കിന്ന് അടിപൊളി ചെമ്മീൻ ബിരിയാണി നിങ്ങൾ ആരും കഴിക്കാത്ത ടേസ്റ്റിൽ തയ്യാറാക്കാം. അതിനു മുമ്പ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. ഇനി ബിരിയാണി തയ്യാറാക്കാം. ഞാനിവിടെ 2 കിലോ ചെറിയ ചെമ്മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ വലിയ ചെമ്മീൻ 3/4 കിലോ എടുത്തിട്ടുണ്ട്. 2.25 കിലോനാണ് ചെമ്മീൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടി പാകത്തിന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി മസാല ചെമ്മീനിൽ പിടിക്കത്തക്ക വിധത്തിൽ കൈകൊണ്ട് നല്ലവണ്ണം കുഴച്ചെടുക്കാം. വലിയ ചെമ്മീൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെമ്മീനും ഇതുപോലെ തന്നെ കുഴച്ചെടുക്കാം. ഇനി അരമണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. ഒരു ചെമ്പട്ടി എടുത്ത് 2 കിലോ ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി കുതിർക്കാൻ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാള ഫ്രൈ ചെയ്തെടുക്കാനാണ്. 2 മീഡിയം വലിപ്പമുള്ള സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പില ചേർക്കാം. ഇനി ഇളക്കി മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ഫ്രൈ ആയി ഇതുപോലെ ഗോൾഡൻ നിറമായാൽ പാനിൽ നിന്നും കോരി മാറ്റാം. ഇനി ആ പാനിലേക്ക് വലിയ ചെമ്മീനിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം കേട്ടാ. അധികം അങ്ങോട്ട് ഡ്രൈ ആവണ്ട കേട്ടാ. പാകത്തിന് ഫ്രൈ ആയാൽ കോരി മാറ്റാം. ഇനി ഇതുപോലെ നമുക്ക് മസാല തേച്ച ചെറിയ ചെമ്മീനും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഒക്കെ ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കോരി മാറ്റുന്നില്ല. ആ പാനോട് കൂടി അവിടെ ഫ്രൈ ചെയ്ത ചെമ്മീൻ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ചോറിന് വേണ്ടി കുറച്ചധികം വെള്ളം അടുപ്പിൽ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം വെട്ടി തിളക്കുന്നുണ്ട്. ഇനി വാര വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു ഉരുളി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായാൽ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. നല്ലോണം വാട്ടിയെടുക്കണം കേട്ടാ. വാടിക്കഴിഞ്ഞാൽ അല്പം ഒന്ന് ഉപ്പിട്ട് കൊടുക്കാം. ഇളക്കിയെടുത്ത് നല്ലോണം വാട്ടിയെടുക്കണം കേട്ടാ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 വലിയ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇളക്കി കഴിഞ്ഞാൽ പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചെടുത്താൽ പിന്നെ നമുക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിലേക്ക് തക്കാളിയും ചേർത്ത് നല്ലോണം അങ്ങോട്ട് വാട്ടിയെടുക്കണം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, ചിക്കൻ മസാല 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പെരിഞ്ജീരകം കുരുമുളക് പൊടിച്ചത് 1 ടീസ്പൂൺ. ഇവയെല്ലാം ഇട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ ചെറിയ ചെമ്മീൻ ഫ്രൈ ചെയ്തതും ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി മിക്സാക്കി കഴിഞ്ഞാൽ കുറച്ചധികം മല്ലിച്ചപ്പ പുതിന ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് ഇടക്കിടക്ക് മസാല ഒക്കെ ഇളക്കി കൊടുക്കണം കേട്ടാ. മസാല എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുത്ത റൈസ് ഇട്ട് കൊടുക്കാം. റൈസിൽ പാകത്തിന് ഉപ്പ്, 1 ചെറുനാരങ്ങ നീര് ഇട്ട് മാത്രം വേവിച്ചെടുത്താൽ മതി കേട്ടാ. പകുതി റൈസ് ഇട്ടാൽ പിന്നെ നമുക്ക് എല്ലാ ഭാഗത്തും റൈസ് ആക്കി കൊടുക്കാം. ഇനി കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. 6 kg ഇട്ട് കൊടുക്കാം. എല്ലാം കുറേശ്ശെ മതി കേട്ടോ. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത സവാളയും നട്ട്സും ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ ബാക്കി വെച്ച റൈസ് കുറച്ചെടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലും ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിൽ ബാക്കി ഫ്രൈ ചെയ്ത സവാളയും നട്ട്സും ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ പുതിന അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. 1/2
4 ടീസ്പൂൺ ഗരം മസാല മുകളിൽ വിതറി കൊടുക്കാം. ഇനി ബാക്കി വെച്ച എല്ലാ റൈസും ഇതിലേക്ക് കൊട്ടിക്കിടക്കണം കേട്ടോ. ഇതിന് മുകളിൽ പാലിൽ കലക്കിയ യെല്ലോ കളർ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ പാലിൽ കലക്കിയ റെഡ് കളറും ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കി വന്ന കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് ദം ചെയ്തെടുക്കാം. മുകളിൽ തീക്കനൽ ഇട്ട് കൊടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് ദം പൊട്ടിച്ച് ബിരിയാണി കഴിക്കാം. വലിയ ഫ്രൈ ചെയ്ത് ചെമ്മീൻ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അടിപൊളി ചെമ്മീൻ ബിരിയാണി ഇതാ ഇവിടെ തയ്യാർ. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് കേട്ടോ പറഞ്ഞത് ഈ ബിരിയാണിയെ കുറിച്ച്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഈ ചാനൽ ഒന്ന് സ്കിപ്പ് ആവാതെ കാണണം കേട്ടോ. എൻ്റെ ഈ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.